ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റീസെൻ്റായിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് കൊടൈക്കനാൽ പോയ റോഡ് ട്രിപ്പ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്രോക്സിമേറ്റ്ലി 450 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ രാവിലെ 5 മണിക്കൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചാലും ഇറങ്ങി വന്നപ്പോൾ മണി 6 ആയി. എന്നാലും കുഴപ്പമില്ല. റോഡ് ട്രിപ്പ് വിത്ത് ക്ലോസ്ഡ് വൺസ് ആർ ഓൾവേസ് ഫൺ. ബിസൈഡ്സ് അത് മാത്രമല്ലാതെ എൻ്റെ കുഞ്ഞിനാളിൽ ഫാമിലിയായിട്ട് ഒരുപാട് റോഡ് ട്രിപ്സ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇറ്റ് ഹോൾഡ്സ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. അതിൽ മെജോറിറ്റി ഓഫ് ദ റൂട്ട്സ് വെയർ ബിറ്റ്വീൻ തമിഴ്നാട് ആൻഡ് കേരള. ഡ്രൈവിംഗ് പാഷനറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ റിലേറ്റബിൾ ആയിരിക്കും. ട്രിവാൻഡ്രത്ത് നിന്ന് കൊടൈക്കനാൽ പോകാൻ 3 റൂട്ടാണ് ഉള്ളത്. അതിൽ ഞാൻ ഇന്ന് പോകുന്ന എൻ്റെ ഫേവറേറ്റായ NH44. ടു ബി ഓണസ്റ്റ്, ഈ കാണുന്ന റോഡ് വർക്കെല്ലാം കഴിഞ്ഞ് കന്യാകുമാരി മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ഹൈവേ ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫാന്റാസ്റ്റിക് ഡ്രൈവ് ആൻഡ് ഐ കാൻ വെയിറ്റ് ഫോർ ദാറ്റ്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോൾ നാഗർകോവിൽ കഴിഞ്ഞ് വണ്ടി മെയിൻ NH44 കയറിയതോടെ ഫുൾ പെഡൽ ടു ദ ഗ്യാസ്. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഈ റൂട്ടിൽ കൂടെ ഒരു റോഡ് ട്രിപ്പ് പോകുന്നത്. സോ ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ക്യാപ്ചറിങ് ഇറ്റ് ഓൾ. തമിഴ്നാട്ടിലെ ഹൈവേസിനോട് ചേർന്ന് കിടക്കുന്ന കാഴ്ചകളും അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. എത്ര ഓടിച്ചിട്ടും എത്തുന്നില്ല എന്ന് കേട്ടിട്ടുണ്ടാവും, എത്ര ഓടിച്ചിട്ടും മതിയാവുന്നില്ല എന്ന് കേൾക്കണമെങ്കിൽ ഈ റൂട്ടിൽ കൂടെ തന്നെ ഒരു റോഡ് ട്രിപ്പ് പോകണം. അതേപോലെ സീനിക്കാണ് ഈ റൂട്ടിൽ കൂടെ ഉള്ള ട്രെയിൻ ജേർണിയും. ഈ കാണുന്ന കേരള തമിഴ്നാട് ഗവൺമെന്റ് രജിസ്ട്രേഷൻ എസ്കോർട്ട് വണ്ടികൾ പറപ്പിക്കുന്ന കാണുന്ന അടിപൊളി വിഷ്വലായിരുന്നു. ഈ റൂട്ടിലൊരു പ്രത്യേക ബ്യൂട്ടിയാണ് ദോ കാണുന്ന വിൻമിൽസ്. തമിഴിൽ ഐക്കോണിക് സിനിമയായ ജിഗർദണ്ഡയുടെ ഷൂട്ടിംഗ് മെജോറിറ്റി ഈ ലൊക്കേഷനിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഈ ട്രിപ്പിൽ പകുതി ഡിസ്റ്റൻസ് എക്സാക്ട്ലി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്കെല്ലാം വിശന്നു തുടങ്ങി. രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയോണ്ട് തന്നെ ഉച്ചയ്ക്കും ലഞ്ച് ഒരു നല്ല സ്ഥലത്ത് നിന്നാവുന്നതിന് തീരുമാനിച്ചു. മധുരയിലെ ഫേമസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റായ ടെമ്പിൾ സിറ്റിയിൽ നിന്ന് ലഞ്ചും കഴിച്ച് വീണ്ടും ജേർണി കണ്ടിന്യൂ ചെയ്തു. മധുരയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ റോഡ് 4 ലൈനിൽ നിന്ന് ഡീവിയേറ്റ് ആയി ഈ കാണുന്ന ചെറിയ തമിഴ്നാട്ടിലെ വില്ലേജസ് കൂടുതലാണ് പിന്നുള്ള റോഡ്. 4 ലൈൻ ആണെങ്കിലും 2 ലൈൻ ആണെങ്കിലും കൊടൈക്കനാൽ ഫുഡ് ഹിൽസ് എത്തുന്നവരെ റോഡും സീനറിയൊക്കെ അടിപൊളിയായിരുന്നു. കൊടൈക്കനാൽ പോകുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പേഴ്സണൽ പിന്നെ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഓൺലൈൻ പാസ് വഴി അപ്ലൈ ചെയ്തെടുത്താലേ അവർ നമ്മളിലോട്ട് കയറ്റി വിടത്തുള്ളൂ. പിന്നെ നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് കൊടൈക്കനാൽ പോകുമ്പോൾ അധികം ഹേപ്പിൻ കർവ്സ് ഒന്നും അങ്ങനെയില്ല. പക്ഷെ ഊട്ടിയോ വയനാട് ചുരവോ കയറുന്ന പോലെയല്ല, കുറച്ചധികം ഓടിക്കാനുണ്ട്. ഇവിടെ മുതൽ ഇനി കൊടൈക്കനാൽ ടൗൺ എത്തുന്നവരെ നല്ല സീനിക് ബ്യൂട്ടിഫുൾ ട്വിസ്റ്റി കേർവി റോഡ്സ് ആണ്. തൃഷ്ണ അതുപോലെ പഴയ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം കൂടിയാണ് കൊടൈക്കനാൽ. ഇൻക്ലൂഡിങ് 2 സ്റ്റോപ്സ് ഏകദേശം ഒരു 7 hours ഓടിച്ചു കഴിയുമ്പോൾ നമ്മൾ കൊടൈക്കനാൽ എത്താറായി. ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ തന്നെ നമുക്ക് നല്ല ഡെൻസ് തിക്ക് ഗ്രീൻ ഫോറസ്റ്റും നല്ല തണുപ്പും ഫോഗൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് യെസ്, വി ഹാവ് ഫൈനലി റീച്ച്ഡ് കൊടൈക്കനാൽ. And if you guys enjoyed the video so far, leave a comment and do subscribe to the channel, and see you guys again soon in another video. Thank you and cheers.